ടൂറിസം രംഗത്തും നമ്മുടെ നാടിനെ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. സർക്കാരിൻ്റെ കൂടി ഒരു കാര്യമായൊരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ വലിയ വിപ്ലവം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഒരു മണ്ഡല അടിസ്ഥാനത്തിൽ നടക്കുന്നത്. ടൂറിസം രംഗത്തും കാർഷിക രംഗത്തും ദിശാദർശൻ വിദ്യാഭ്യാസ രംഗത്തും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ റിസൾട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതി ഭാഷാമൃതമായിരുന്നു. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നെ ചൂണ്ടിക്കാണിക്കുകയും തിരുത്താൻ എന്നെ കൂടുതൽ ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഏജനറ്റ് പോലെയുള്ള നമ്മുടെ മാധ്യമ പ്രവർത്തകരാണ്. ഞാൻ അവരോടൊക്കെ നന്ദിയും കടപ്പാടുമുണ്ട്. അപ്പം പിന്നോക്കം നിൽക്കുന്ന മേഖലയിൽ ഒരു യാത്ര ചെയ്യാനുള്ള അവകാശം എല്ലാ മനുഷ്യൻ്റെയും, ഒരു വ്യക്തിയാണ് അവിടെ താമസിക്കുന്നതെങ്കിലും റോഡ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സ്കൂൾ കൊടുക്കേണ്ടത് അവൻ്റെ അവകാശമാണ്. അതെ അതെ. അപ്പോൾ ആ നിലയിൽ ഒരു എല്ലാ മേഖലയ്ക്കും ആവശ്യമായ ആനുപാതികമായിട്ടുള്ളൊരു ഫണ്ട് കൊടുക്കണം. അതിന് ആനുപാതികമായിട്ടുള്ള അത് കിട്ടുന്നില്ല. തർക്കങ്ങളുണ്ടായിരുന്നു, ഞാൻ മറച്ചു വെക്കുന്നത് തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരും വന്നു, സജീവമായി സഹകരിച്ചു, പിന്തുണ നൽകി. കഴിഞ്ഞ 5 വർഷവും അവരെ ചേർത്ത് പിടിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. നമസ്കാരം. നാടെങ്ങും തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി നിലവിലെ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് തന്നെ വരാനാണ് സാധ്യത. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നിട്ടില്ലെങ്കിലും സജീവ് ജോസഫ് ഇരിക്കൂറിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ള വാർത്തകൾ സജീവമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ, അതുപോലെ തന്നെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മനസ്സിലുള്ള പദ്ധതികൾ, ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടി ഏജനറ്റിനൊപ്പം ഇപ്പോൾ നിലവിലെ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും ഒരു മൂർധന്യ ഘട്ടത്തിൽ, അതിൻ്റെ പ്രചരണത്തിൻ്റെ, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ഇരിക്കൂറിൽ മറ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഇന്നാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ UDFൻ്റെ മണ്ഡലമാണ്. ജനങ്ങളെല്ലാം UDFിനൊപ്പം എക്കാലവും നിന്ന ഒരു മണ്ഡലമാണ്. അവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ നിലയിൽ ഇന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ തീർച്ചയായിട്ടും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ MLA എന്ന നിലയിലുള്ള പ്രവർത്തനം എത്രമാത്രം സംതൃപ്തിയോടുകൂടിയാണ്, ആത്മവിശ്വാസത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു, നിങ്ങൾക്കത് പറയാൻ കഴിയില്ലെങ്കിൽ പോലും എത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജനങ്ങളെ സമീപിക്കാൻ ഒരുങ്ങുന്നത്? തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ്. വളരെ നല്ല നിലയിൽ കഴിഞ്ഞ 5 വർഷവും മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ഒരു പ്രതിപക്ഷ MLAയുടെ പരിമിതികൾ. ഇപ്പോൾ സർക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി എതിർക്കുന്നവരത് സമ്മതിക്കില്ല. എന്നാലും എല്ലാവർക്കും അറിയാം, മനസ്സിലാക്കാൻ സാധിക്കും, പ്രതിപക്ഷ MLAമാർക്ക് പരിമിതികളുണ്ട്. ആ നിലയിൽ നിന്നുകൊണ്ട് ഏറ്റവും പരമാവധി മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും, ഞാൻ കഴിഞ്ഞ ഇലക്ഷനിൽ എല്ലാവരോടും പറഞ്ഞതാണ്, സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഒട്ടും ഒരു വിശ്രമിക്കാതെ ഓടി നടന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എൻ്റെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടന്നിട്ടില്ല. എന്നാലും സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നാണ് കരുതുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്തു, കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട്. അത് ഈ പരിമിതികൾ കൊണ്ടാണ് അത് സാധിക്കാതെ പോയത്. വരുന്ന സർക്കാർ UDFൻ്റെ സർക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം. ആ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇനി അവശേഷിക്കുന്ന പ്രവർത്തനങ്ങളും പദ്ധതികളുമൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും എനിക്കൊരു പ്രത്യേകിച്ചൊരു സംതൃപ്തി, ഈ ഒരു റുട്ടീനായി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഒരു സാധാരണ ഒരു പരമ്പരാഗതമായ ശൈലിക്കും അപ്പുറം സർക്കാരിനെയും അല്ലെങ്കിൽ മറ്റ് വകുപ്പുകളെയും മാത്രം ആശ്രയിക്കാതെ നാട്ടുകാർക്ക് ഒരുമിച്ച് ചേർന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ചൊരു കാലഘട്ടമായിരുന്നു. ഒരു സ്വന്തമായ ഒരു ഇനിഷ്യേറ്റീവ്സ് നമ്മുടെ മണ്ഡലത്തിൽ ചില മണ്ഡലങ്ങളിൽ, ചില മേഖലകളിൽ ചെയ്യാൻ സാധിച്ചു. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത്, ടൂറിസം രംഗത്ത്, കാർഷിക രംഗത്തൊക്കെ തനത് പരിപാടികൾ നമ്മൾ ആവിഷ്കരിച്ചു. അപ്പോൾ അതിനാണ് ഒരു 50%-ലധികം സമയവും നമ്മൾ ചെലവഴിച്ചത്. ഒരു അഡീഷണൽ എഫേർട്സ് ആയിരുന്നു അതിനകത്ത്. അതെ. അതിൽ നമ്മൾ കുറേ മുന്നോട്ട് പോയി. പ്രത്യേകിച്ച് ഭാഷാമൃതം പോലെയുള്ള, ദിശാദർശൻ പോലെയുള്ള വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ കുട്ടികളുടെ മികവിന് വേണ്ടി ഇന്ന് ഇരിക്കൂർ ഉപജില്ല സംസ്ഥാനത്ത് തന്നെ ഭാഷാ മികവിൽ മുന്നിലേക്കെത്തി. അത് കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷവും നമ്മളത് നടത്തിയതുകൊണ്ടാണ് അധ്യാപകരും കുട്ടികളൊക്കെ പറയുന്നൊരു കാര്യമാണ്. ടൂറിസം രംഗത്തും നമ്മുടെ നാടിനെ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. സർക്കാരിൻ്റെ കൂടി ഒരു കാര്യമായൊരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ വലിയ വിപ്ലവം ഉണ്ടായേനെ. പക്ഷേ നമ്മൾ നാടിൻ്റേതായിട്ടുള്ള ഒരു എഫേർട്സ് നമ്മൾ നടത്തി.
നമുക്കതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഒരു മണ്ഡല അടിസ്ഥാനത്തിൽ നടത്തുന്നത്, ടൂറിസം മേഖലയ്ക്ക് വേണ്ടി മാത്രം. അപ്പോൾ അതിനൊക്കെ വലിയ എഫേർട്സ് നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പ്രൊമോഷണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നാടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തു. പിന്നെ കാർഷിക മേഖലയിലും അഗ്രി ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള കുറേ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി. അങ്ങനെ ഒരു മണ്ഡലത്തിൽ തനത് പരിപാടികൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിൽ നാട്ടുകാരുടെ കൂടി സഹകരണത്തോടെ അതിനകത്ത് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അത് അഡീഷണൽ എഫേർട്സ് ആയിരുന്നു. പിന്നെ സർക്കാരിൽ നിന്നും കിട്ടുന്ന പരമാവധി കാര്യങ്ങൾ വാങ്ങിയെടുക്കാൻ ശ്രമിച്ചു. MLA ഫണ്ട് ഉൾപ്പെടെയുള്ള വിവേചനാധികാരം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി കക്ഷി രാഷ്ട്രീയ ദേശവ്യത്യാസമില്ലാതെ എല്ലാ പ്രദേശത്തും ഉറപ്പുവരുത്താനും സാധിച്ചു. മുൻ MLA KC ജോസഫ് തുടങ്ങിയ പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അത് കുറേ വിജയം കണ്ടു. ഈ 5 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും എടുത്തു പറയാൻ, അതായത് സജീവ് ജോസഫ് MLA കയ്യൊപ്പ് പതിഞ്ഞൊരു പദ്ധതി ഇതാണ്, ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പദ്ധതി. ദിശാദർശൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും ഇതാണ് ഈ ഒരു പദ്ധതി എൻ്റെ ഒരു പ്രധാനപ്പെട്ട കയ്യൊപ്പ് പതിഞ്ഞ പദ്ധതിയാണ്, ഒരു ലക്ഷ്യമായിരുന്നു, അത് ഞാൻ നടപ്പാക്കി എന്ന് പറയുന്ന ഒരു പ്രവർത്തനം എന്തായിരുന്നു? ഏറ്റവും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പദ്ധതി ഭാഷാമൃതമാണ്. അത് കുട്ടികളെ എഴുത്തും വായനയും തെറ്റില്ലാതെ അവർക്ക് പ്രാപ്യമാക്കുന്ന 2ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലുമായിട്ട് ഒരു പൈലറ്റ് പ്രൊജക്റ്റായിട്ട് വെച്ച് കുറച്ച് ബെസ്റ്റ് കുട്ടികളെയല്ല, 6000 കുട്ടികളെ മുഴുവൻ ക്ലാസ്, എല്ലാ ക്ലാസ്സിലെയും മുഴുവൻ കുട്ടികളെ ഭാഷാ മികവിൽ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അത് MLA മാത്രം ശ്രമം കൊണ്ടല്ല, ഞാനതിനൊരു വേദി ഒരുക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് കണ്ടിന്യൂസ് ആയ ഒരു എഫേർട്സ് നമ്മളെടുത്തു. പിന്നെ അതിന് ഒരു പ്രോത്സാഹനം കൊടുത്തു. MLA ഫണ്ടിൽ നിന്ന് 37 ലക്ഷം രൂപ ആ ഒറ്റ പദ്ധതിക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ അതിലൂടെ ഒരു തലമുറയെ നമുക്ക് ഈ ഭാഷാ മികവിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് എനിക്കും നിങ്ങൾ പലർക്കും പറ്റാത്ത കാര്യങ്ങളാണ്. പലപ്പോഴും നമുക്ക് അക്ഷരത്തെറ്റുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു ടാർഗറ്റ് ഇട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതി, അത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ റിസൾട്ട് ഉണ്ടാക്കിയൊരു പദ്ധതി ആര് ചോദിച്ചാലും ഞാൻ പറയും ഭാഷാമൃതമാണത്. അത് ഞങ്ങൾ പോലും അത്രയും കരുതിയിരുന്നില്ല. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ വർക്ക്. ബാക്കി ടൂറിസം രംഗത്തും കാർഷിക രംഗത്തും ദിശാദർശൻ വിദ്യാഭ്യാസ രംഗത്തും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും റിസൾട്ട് ഉണ്ടാക്കിയ, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ റിസൾട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതി ഭാഷാമൃതമായിരുന്നു. പിന്നെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നമുക്ക് ആവശ്യങ്ങളേറെയാണ്. ഒരു 100 ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നടത്താൻ സാധിക്കുക ഒരു 10 എണ്ണമാണ്. കാരണം അത്രേ ഫണ്ടുള്ളൂ. നമുക്ക് അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. സർക്കാർ ഫണ്ട് തന്നെങ്കിലേ നമുക്ക് ആ വർക്കുകൾ നടത്താൻ പറ്റൂ. അപ്പോൾ അതിന് നമുക്ക് സർക്കാരിനെ ആശ്രയിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കിട്ടിയത് പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. നമ്മുടേതായ അധ്വാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പരമാവധി ചെയ്തു. ഇപ്പോൾ LDF സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകൾ ഉൾപ്പെടെയുള്ള വികസനങ്ങളുടെ കാര്യം, അതുപോലെ തന്നെ മറ്റു പദ്ധതികൾ, അതിനൊക്കെ പൊതുവായ വികസന പദ്ധതികളുടെ ഭാഗമായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലാകമാനം സർക്കാർ നടത്തിയത് എന്ന് സർക്കാർ പറയുന്നു. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ അത്തരം പദ്ധതികൾ MLA ഭാവനയുടെ ഭാഗമായി കൊണ്ടുവന്ന പദ്ധതികൾ, സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതി കൂടി സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പാക്കാനായ പദ്ധതികൾ ഏതൊക്കെ? കിഫ്ബിയുടെ 3 പദ്ധതികൾ, പ്രധാനപ്പെട്ട പദ്ധതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ സർക്കാരിനോട് നന്ദി പറയുന്നു. അത് കൂടുതൽ പദ്ധതികൾ ഉണ്ടായിരുന്നു പരിഗണനയിൽ. 3-4 പദ്ധതികൾ സർക്കാർ ഒഴിവാക്കി, ഫീസിബിൾ അല്ലെന്ന് പറഞ്ഞു. എന്നായിരുന്നാലും കിഫ്ബി വഴി വന്ന ഫണ്ടുകൾ, ഒന്ന് പ്രത്യേകിച്ച് നെല്ലിക്കാമ്പൊയിൽ കല്ലുവയൽ പെരുവമ്പറമ്പ് റോഡ് വലിയ പദ്ധതി, അതുപോലെ തന്നെ ശ്രീകണ്ഠാപുരം ചെമ്പന്തൊട്ടി നടുവിൽ റോഡ്, ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന ആലക്കോട് കാപ്പിമല റോഡ്, ഇത് 3 റോഡുകളാണ് കിഫ്ബി പദ്ധതിയിൽ ലഭിച്ചിരിക്കുന്നത്. അത് വലിയ പദ്ധതികളാണ്. ആ നിലയിൽ അത് നമ്മുടെ നാടിന് വലിയൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള മറ്റ് വലിയ പദ്ധതികൾ, 3 പാലങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. അലക്സ് നഗർ, കരുവഞ്ചാൽ, ആലക്കോട് പാലങ്ങൾ, അതുപോലെ തന്നെ കുറേ റോഡുകൾ, നമുക്ക് PWD റോഡുകൾ നമുക്ക് ഭാഗികമായിട്ടെങ്കിലും നവീകരിക്കാനും തുടങ്ങാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര റോഡ് ഫണ്ടിൽ നിന്നും 60 കോടി രൂപയുടെ പദ്ധതി നമുക്ക് പയ്യാവൂർ കാഞ്ഞിരക്കൊല്ലി മണിക്കടവ് റോഡിന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെയുള്ള കുറേ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. പക്ഷെ അതിലൊക്കെ എനിക്ക് നന്ദിയുണ്ട്. തന്ന ഫണ്ടിനും തന്നതിനും പ്രത്യേകമായ നന്ദിയുണ്ട്. പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ മണ്ഡലത്തിൻ്റെ ആവശ്യം പരിഗണിക്കുമ്പോൾ അത് വളരെ പരിമിതമാണ്. കാരണം അത്രയേറെ ഏറ്റവും കൂടുതൽ PWD റോഡുള്ള മണ്ഡലമാണ് ഇരിക്കൂർ. 500 കിലോമീറ്ററോളം റോഡുണ്ട്. സംസ്ഥാനത്ത് തന്നെ വളരെ അപൂർവം മണ്ഡലങ്ങൾക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പരിഗണന വെച്ച്, അതുപോലെ തന്നെ പാലങ്ങൾ, ഒരു 10 പാലങ്ങൾ നിർമ്മിക്കാനുണ്ട്. അതിലൊരു 5-6 എണ്ണം ഡാമേജ് ആയിട്ട് നിൽക്കുകയാണ്. ഏത് സമയം അപകടം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് പുനർനിർമ്മിക്കണം. അപ്പോൾ അതിന് ഈ കഴിഞ്ഞ 5 വർഷവും പുതിയൊരു പാലത്തിന് ഒന്നും ഫണ്ട് തന്നിട്ടില്ല.
അവിടെയാണ് പ്രശ്നം. ശ്രമിച്ചെങ്കിലും നടന്നില്ല. എല്ലാ തുടർച്ചയായിട്ട് എല്ലാ പ്രപ്പോസൽ കൊടുക്കുന്നുണ്ട്, ബഡ്ജറ്റിൽ കൊടുക്കുന്നുണ്ട്, നിരന്തരം അതിനുവേണ്ടി എഫേർട്സ് എടുക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ഭരണകക്ഷിയുടെ ആളുകളെ, ബന്ധപ്പെട്ട നേതാക്കന്മാരെ പോലും ഞാൻ കണ്ടു പറഞ്ഞു. കാരണം അത് നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. നമുക്കറിയാം പ്രാക്ടിക്കലായിട്ട് അതിനകത്ത് രാഷ്ട്രീയ പരിഗണനകളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരെ കൊണ്ട് ഞാൻ അതിനകത്ത് ബന്ധപ്പെടിപ്പിച്ചു. പക്ഷേ പുതിയൊരു പാലം പോലും അനുവദിച്ചില്ല. ഇപ്പോൾ സർക്കാർ പറയുന്നുണ്ട് നിരവധി പാലങ്ങൾ പണിതെന്ന്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പുതിയൊരു പാലം നമുക്ക് അനുവദിച്ചിട്ടില്ല. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന KC പ്രപ്പോസ് കൊടുത്ത് നമുക്ക് ഭാഗികമായിട്ട് അംഗീകരിച്ചു വെച്ചത് അതിൻ്റെ നൂലാമാലകൾ മാറ്റി, നിയമപരമായ തടസ്സങ്ങൾ മാറ്റി, നാട്ടുകാരുടെ ചില എതിർപ്പുകളൊക്കെ മാറ്റി, കേസുകളിൽ നിന്നൊക്കെ മാറ്റി അത് നടപ്പിലാക്കാനാണ് നമുക്ക് സാധിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ ആവശ്യത്തിനുള്ള ഒരു പരിഗണന കിട്ടിയില്ല, നമുക്കത് കിട്ടുന്നില്ല. പേരാവൂരിൽ ഒരു പാലമേ ചെയ്യാനുള്ളൂ, ഇവിടെ 10 പാലം ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു പാലം പോലും ഈ 5 വർഷത്തിൻ്റെ കാലാവധിയിൽ പുതിയതായിട്ട് അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സ്ലോ ആണ് ആ കാര്യത്തിൽ. അപ്പോൾ അത് MLAക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. റോഡാണെങ്കിൽ എനിക്ക് 1 കിലോമീറ്റർ കിട്ടുന്ന ഫണ്ട് കൊണ്ട് ചെയ്യാം, പാലം നമുക്ക് അങ്ങനെ ഭാഗികമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഈ KC ജോസഫ് നിരവധി വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. പൊതുവെ ഉയരുന്ന ഒരു വിമർശനം KC ജോസഫിന് കാര്യമായി ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ പദ്ധതികൾ കൊണ്ടുവരാനും നടപ്പിലാക്കാനും കഴിഞ്ഞില്ല എന്നുള്ളൊരു വിമർശനം പൊതുവെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലടക്കം ഉയരുന്നുണ്ട്. കഴിഞ്ഞ തവണ സജീവ് ജോസഫ് MLA വന്നതിന് ശേഷം ആ ഒരു വിമർശനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാൻ, അതിനെ ഒന്ന് തിരുത്തി കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് വിശ്വാസം? എന്താണ് 5 വർഷക്കാലത്തെ പ്രവർത്തനത്തെക്കുറിച്ച്? ബഹുമാനപ്പെട്ട KC വലിയ കുറേ പദ്ധതികൾ നമ്മൾക്ക് അത് മനസ്സിലാക്കാഞ്ഞിട്ടാണ് കുറേ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. പ്രത്യേകിച്ച് മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള ഇന്ന് കാണുന്ന എല്ലാം ഈ ഒരു കാലത്താണ് ഉണ്ടായത്. അത് അപ്പോൾ ഇല്ലെന്ന് പറയുന്നത് അത് കുറച്ച് അനാവശ്യമായി പറയുന്നതാണ്. കാരണം നമ്മുടെ ഈ മലയോര മേഖലയിൽ, ഈ പിന്നോക്കം നിൽക്കുന്ന മേഖലയിൽ നമ്മുടെ നിർമ്മാണ പ്രവൃത്തികൾ കൂടുതലായിട്ട് ആവശ്യമാണ്. കൂടുതലെന്ന് പറഞ്ഞാൽ മറ്റ് തലശ്ശേരി മണ്ഡലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തലശ്ശേരിയിൽ ഒരു റോഡ് പോലും ചെയ്യാനില്ല. അത് പുതിയ MLAയുടെയോ അല്ലെങ്കിൽ പുതിയ സർക്കാരിൻ്റെ നേട്ടമല്ല, അത് ഭൂമിശാസ്ത്രപരമായ ഒരു പ്രശ്നമാണ്. ഇവിടെ പഴയ മലമടക്കുകളാണ്, ഇവിടെ അന്നൊന്നും ജനവാസമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ജനവാസമായി, നാട് പുരോഗമിച്ചു. അപ്പോൾ അതനുസരിച്ച് സർക്കാർ കൊടുക്കേണ്ട ഒരു സപ്പോർട്ട്, പുതിയ റോഡുകൾ ഉണ്ടാക്കാനും ജനങ്ങൾക്ക് യാത്രായോഗ്യമായ റോഡുകൾ ഉണ്ടാക്കാനും സർക്കാർ അത് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അങ്ങനെ നോക്കുമ്പോൾ ഒന്നുമില്ലായിരുന്നു ഇരിക്കൂറിൻ്റെ മണ്ഡലത്തിൽ പണ്ട്. അപ്പോൾ അത് ക്രമേണ കുറേ കാര്യങ്ങൾ ചെയ്തു. അവസാനം അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ കുറേ പദ്ധതികൾ കൊണ്ടുവന്നു. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറവാണ്. ഞാനതാണ് പറഞ്ഞു വരുന്നത്, നമുക്ക് എല്ലാ മണ്ഡലത്തിനും തുല്യ പരിഗണന അല്ല കൊടുക്കേണ്ടത്. പറഞ്ഞാൽ എല്ലാ മണ്ഡലത്തെയും മാനിക്കണം. പക്ഷേ ആവശ്യങ്ങൾ, നമ്മളിപ്പം റിസർവേഷൻ കൊടുക്കുന്നത് എന്തിനാണ്? പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക്. അപ്പം താഴെ തട്ടിലുള്ളവരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പിന്നോക്കം നിൽക്കുന്ന മേഖലയിൽ ഒരു യാത്ര ചെയ്യാനുള്ള അവകാശം എല്ലാ മനുഷ്യൻ്റെയും, ഒരു വ്യക്തിയാണ് അവിടെ താമസിക്കുന്നതെങ്കിലും റോഡ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സ്കൂൾ കൊടുക്കേണ്ടത് അവൻ്റെ അവകാശമാണ്. അതെ അതെ. അപ്പോൾ ആ നിലയിൽ ഒരു എല്ലാ മേഖലയ്ക്കും ആവശ്യമായ ആനുപാതികമായിട്ടുള്ളൊരു ഫണ്ട് കൊടുക്കണം. അതിന് ആനുപാതികമായിട്ടുള്ള അത് കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഈ വികസിച്ച് എന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ വലിയ ഒരു 50 കോടി 60 കോടിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ മണ്ഡലത്തിലേക്ക് കിട്ടുന്നത് വളരെ പരിമിതമായിട്ടുള്ള ഫണ്ടാണ്. അവിടെയാണ് ആ വ്യത്യാസം വന്നത്. കഴിഞ്ഞ 10 വർഷം ആ ഒരു വികസന കുതിപ്പ് നിലച്ചുപോയി. ഇപ്പോൾ കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടിയത് അത് വളരെ പരിമിതമാണ്. നമ്മുടെ ആവശ്യങ്ങൾ നോക്കുമ്പോൾ പരിമിതമാണ്. അതാണ് അതിൻ്റെ ഡിഫറൻസ്. സാധാരണ കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു കാര്യം, ഈയിടെ സംഘടിപ്പിച്ച പരിപാടിയുടെ, അതായത് ഗാന്ധി ഗുരു സമാഗമത്തിൻ്റെ ശതാബ്ദിയുടെ ഭാഗമായി വടക്ക് തൊട്ട് തെക്ക് വരെയുള്ള ഒരു വലിയ യാത്രയുടെ ക്യാപ്റ്റനായി പോയി. അതൊരു പ്രത്യേകിച്ചും ഈ കാലത്ത് ഗാന്ധിയെയും ഗുരുവിനെയും വീണ്ടും ഓർമ്മിക്കുക, വീണ്ടെടുക്കുക, ആ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് കൂടി അങ്ങേ കേരളം കാണുകയുണ്ടായി. എന്താണ് ആ അനുഭവം ഒന്ന് ചുരുക്കി പറയാം? എനിക്ക് ഏറ്റവും സന്തോഷവും അഭിമാനമുള്ളൊരു കാര്യമാണ്. ഗുരു ഗാന്ധി സമാഗമത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ശിവഗിരി മഠവും KPCCയും സംയുക്തമായി അത്തരം പരിപാടി, ശതാബ്ദി ആഘോഷങ്ങൾ വളരെ വിപുലമായി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്ത് വെച്ചതിൻ്റെ സമാഗമ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ അതിലേക്കുള്ള ഛായാചിത്ര ജാഥ മലബാറിൽ നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചു. പയ്യന്നൂരിലെ ചരിത്ര പ്രാധാന്യമുള്ള ശ്രീനാരായണ വിദ്യാലയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ മണ്ണാണ്. അവിടെ നിന്നും ആ ജാഥയെ നയിക്കാൻ എന്നെ നിയോഗിച്ചു. ശിവഗിരി മഠത്തോടും KPCC നേതൃത്വത്തോടും എനിക്ക് നന്ദിയുണ്ട്. എന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ ആശ്രമത്തിലെ അന്തേവാസിയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതായിരുന്നു എനിക്ക് ആ പരിഗണന തന്നത്. അതൊരു ഭാഗ്യമായിട്ട് അല്ലെങ്കിൽ ഒരു പുണ്യമായിട്ട് ഞാൻ കാണുകയാണ്.
ഞാൻ എൻ്റെ ഹൈസ്കൂൾ ജീവിതം പയ്യന്നൂരിലായിരുന്നു. സ്വാമി ആനന്ദ തീർത്ഥർ, ശ്രീനാരായണ ഗുരുദേവൻ്റെ അവസാനത്തെ ശിഷ്യനാണ് സ്വാമിജി. സ്വാമി ആനന്ദ തീർത്ഥരുടെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ആശ്രമത്തിൽ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം അവിടെ താമസിച്ചാണ് ഞാൻ പഠിച്ചത്. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. ആശ്രമത്തിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആശ്രമത്തിലെ ഒരു അന്തേവാസി എന്ന നിലയിലും അതിനുശേഷവും ഞാൻ ആശ്രമവുമായിട്ട് നിരന്തരമായ ബന്ധം നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ്. അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. പിന്നീട് ശിവഗിരി മഠവുമായിട്ട് എനിക്ക് ആ ബന്ധം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം റോമിൽ വെച്ച് നടത്തിയ ലോക മതസമ്മേളനത്തിൽ ശിവഗിരിയുടെ പ്രതിനിധിയായിട്ട് ഞാൻ പങ്കെടുത്തിരുന്നു. എന്നെ പൊതുപ്രവർത്തന രംഗത്തേക്കും രാഷ്ട്രീയ രംഗത്തേക്കും ഒക്കെ കൊണ്ടുവന്നതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും ആ രംഗത്ത് നിൽക്കാനും എന്നെ പ്രചോദിപ്പിച്ചത് ആശ്രമത്തിലെ ജീവിതമായിരുന്നു. സ്വാമിജിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങളായിരുന്നു. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള അത്തരത്തിലുള്ള ചിന്തകളായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ അതെന്നെ ഒത്തിരി സ്വാധീനിച്ച ഘടകമാണ്. അപ്പോൾ ആ നിലയിലൊക്കെ ആശ്രമത്തിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലാണ് എന്നെ അതിൻ്റെ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ അത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു. 3 ദിവസം നീണ്ടു നിന്ന ആ യാത്ര അവിടെ പരിസമാപ്തി കുറിച്ചു. തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. ഒറ്റ കാര്യം കൂടി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇരിക്കൂർ വലിയ നിലയിൽ വാർത്തകളിൽ നിറഞ്ഞൊരു മണ്ഡലമാണ്. അറിയാലോ, ഞാനത് ഓർമ്മിപ്പിക്കുന്നില്ല. ചില വിഷയങ്ങൾ, ചില എതിർപ്പുകൾ, ചിലപ്പോൾ സമരങ്ങളൊക്കെ നടന്നു. പക്ഷേ ഇത്തവണ ഇരിക്കൂറിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പൊതുവേ കോൺഗ്രസ്സിന് UDF കുറച്ച് പ്രയാസങ്ങൾ ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇരിക്കൂറിൽ ഇത്തവണ ആ നിലയിലുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലേ? കേരളത്തിൽ പൊതുവേയും കോൺഗ്രസ്സിൽ പണ്ടൊക്കെ ചെറിയ ചെറിയ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ പ്രശ്നം മുഴുവൻ ഇടതുപക്ഷത്താണ്. CPM-ലാണ് കൂടുതൽ. അറിയാമല്ലോ, നമുക്ക് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ, എത്ര നേതാക്കന്മാരാണ് പാർട്ടി വിട്ടു പോകുന്നത്, അവർ റബലായി മത്സരിക്കുന്നത്. ആദ്യമായിട്ടാണ് CPM-ൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചെറിയ ആവശ്യങ്ങൾ ആളുകളെ അറിയിക്കുന്നതല്ലാതെ അതിൽ ഒരു വിമതന്മാരായിട്ടൊന്നും അങ്ങനെ ആരും വന്നിട്ടില്ല. പിന്നെ ഇരിക്കൂറിനെ സംബന്ധിച്ച്, ഇരിക്കൂറിൽ എനിക്കറിയാം എന്നെക്കാൾ അർഹതയുള്ള സീനിയറായിട്ടുള്ള ഒട്ടേറെ ആളുകൾ, കാരണം ഒരു കോൺഗ്രസിൻ്റെ ഒരു മേഖലയാണ്, കോൺഗ്രസ്സിന് ഒട്ടേറെ ലീഡേഴ്സുള്ളൊരു മേഖലയാണ്. താഴെത്തട്ടിൽ മുതൽ പ്രവർത്തിച്ചു വന്ന ഒട്ടേറെ നേതാക്കന്മാർ ഇവിടെയുണ്ട്. അവർക്കൊക്കെ അർഹതയുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട KC 40 വർഷം MLA ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് ആളുകൾക്കൊന്നും, നാട്ടിലെ ആളുകൾക്ക് അവസരം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിലേറെ ആളുകൾ വന്നു. അപ്പോൾ അതിൻ്റേതായ ആവശ്യങ്ങൾ അവിടെ നിന്ന് വന്നിരുന്നു. ചെറിയ അക്കാര്യത്തിൽ തർക്കങ്ങളുണ്ടായിരുന്നു. ഞാനത് മറച്ചു വെക്കുന്നത്, തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരും വന്നു, സജീവമായി സഹകരിച്ചു, പിന്തുണ നൽകി. കഴിഞ്ഞ 5 വർഷവും അവരെ ചേർത്ത് പിടിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അവരൊക്കെയും എന്നോട് വളരെ നല്ല നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിൽക്കണമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സ്മൂത്തായി മുന്നോട്ട് പോകണമെന്നും അവരൊക്കെ നിർദ്ദേശിച്ചു. അവരുടെയൊക്കെ സപ്പോർട്ട് കിട്ടി. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അപ്പം നല്ല നിലയിലാണ് ഇരിക്കൂറിലെ UDF മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ ഒരു ഐക്യത്തിൻ്റെ പാതയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും പരസ്പരം ആലോചിച്ചാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴത്തേനും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും. ഇരിക്കൂറിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എന്തായാലും സ്ഥാനാർത്ഥിയാകാൻ കച്ചകെട്ടി ഇറങ്ങുന്ന അഡ്വക്കേറ്റ് സജീവ് ജോസഫിന് എല്ലാവിധ ആശംസകളും. ഇത്രയും നേരം സഹകരിച്ചതിനും നന്ദി. താങ്ക് യു. ഏജനെറ്റിൻ്റെ എല്ലാവിധ പ്രോത്സാഹനങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. എന്നെ പലപ്പോഴും കാര്യങ്ങളെക്കുറിച്ചും നാടിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ എന്നെ ഓർമ്മപ്പെടുത്തുകയും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നെ ചൂണ്ടിക്കാണിക്കുകയും തിരുത്താൻ എന്നെ കൂടുതൽ ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഏജനെറ്റ് പോലെയുള്ള നമ്മുടെ മാധ്യമ പ്രവർത്തകരാണ്. ഞാൻ അവരോടൊക്കെ നന്ദിയും കടപ്പാടുമുണ്ട്. എപ്പോഴും ഒരു ട്രാൻസ്പെറൻ്റായി കാര്യങ്ങൾ പോകണം എന്നാണ് നമ്മുടെ നാട്ടിലെ സ്വാഭാവികമായിട്ടും നമ്മുടെ ചാനലുകളും വാർത്താമാധ്യമങ്ങളൊക്കെ ശ്രമിക്കാറുള്ളത്. ഏജനെറ്റ് ഇക്കാര്യത്തിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഞാൻ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു.